നമസ്കാരം. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഗ്രൂപ്പ് ഡി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ RRB ഗ്രൂപ്പ് ഡിയുടെ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സായ നമ്മുടെ ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദേശീയ പതാകയുടെ നിറം മുകൾ ഭാഗത്ത് കുങ്കുമവർണ്ണം, നടുവിൽ വെള്ള, കീഴ്ഭാഗത്ത് കടും പച്ച. അതൊന്ന് ഓർത്ത് വെക്കുക. ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണിയാണ് ഖാദി. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഹൂബ്ലി. കുങ്കുമനിറ ധീരതയുടെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. വെള്ള നിറം സത്യം, സമാധാനം എന്നിവയുടെ പ്രതീകമാണ്. പച്ചനിറം സമൃദ്ധിയുടെയും ഫലപുഷ്ടതയുടെയും സൂചിപ്പിക്കുന്നു. ദേശീയ പതാകയുടെ മധ്യഭാഗത്ത് നാവിക നീല നിറത്തിൽ അശോകചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ഇതിൻ്റെ നേരെ തിരിച്ചു ചോദിക്കുക. വീതിയും നീളവും തമ്മിലുള്ള അനുപാതം ചോദിച്ചാൽ 2:3 എന്നും ഓർത്തു വയ്ക്കുക. വെള്ള നിറത്തിൻ്റെ നടുവിലുള്ള അശോകചക്രത്തിന് എത്ര ആരക്കാലുകളാണ് ഉള്ളത്? 24. അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഏതിൽ നിന്നാണ്? സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. ദേശീയ പതാകയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ദേശീയ പതാകയുടെ കരട് രൂപം തയ്യാറാക്കിയത് ആന്ധ്ര സ്വദേശി പിംഗലി വെങ്കയ്യയാണ്. ദേശീയ പതാക ആദ്യമായി ഉയർത്തിയതാര്? മാഡം ബിക്കാച്ചി ഗാമ. ദേശീയ പതാകയെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. അശോകചക്രത്തിൽ 24 ആരക്കാലുകൾ കാണാം. ഇത് ധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പുതിയ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26. ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അനുപാതം 15:10 സെമിയും ഏറ്റവും വലുത് 6:3 4:2 മീറ്ററുമാണ്. 6.3:4.2 മീറ്ററുമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാകയുള്ള രാജ്യം ഡെൻമാർക്ക്. ബ്രിട്ടൻ്റെ ദേശീയ പതാക അറിയപ്പെടുന്നത് യൂണിയൻ ജാക്ക്. ഇനി ദേശീയ ചിഹ്നത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് ദേശീയ മുദ്രയെ അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 26. ദേശീയ മുദ്ര ഏതിൽ നിന്നും പകർത്തിയതാണ്? സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും. ദേശീയ മുദ്രയുടെ ചുവട്ടിലുള്ള സത്യമേവ ജയതേ എന്ന വാക്യം ഏതിൽ നിന്ന് എടുത്തതാണ്? അത് മുണ്ടകോപനിഷത്താണ്. സത്യമേവ ജയതേ ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദേവനഗരി ലിപി. ദേശീയ മുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ? സിംഹം, കാള, കുതിര, ആന. ദെൻ ദേശീയഗാനം എന്ന ടോപ്പിക്കിലേക്ക് പോകാം. ദേശീയഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയഗാനം അംഗീകരിച്ച ദിവസം 1950 ജനുവരി 24-നാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം രചിച്ച വ്യക്തി രവീന്ദ്രനാഥ് ടാഗോറാണ്. ജനഗണമന ആലപിക്കാനെടുക്കുന്ന സമയം 52 സെക്കൻഡ്. 1911 ഡിസംബർ 27 നടന്ന കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത്. ഓർക്കണം, ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആലപിക്കപ്പെട്ടത്. ജനഗണമന ബംഗാളി ഭാഷയിൽ രചിക്കപ്പെട്ടിരിക്കുന്നത് ഭാരത വിധാത എന്നതായിരുന്നു ഇതിൻ്റെ ആദ്യ പേര്. ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനം ആന്തമെറ്റോളജി. ദേശീയഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ജനഗണമന ഇംഗ്ലീഷിലേക്ക് മോർണിംഗ് സോങ് ഓഫ് ദി ഇന്ത്യ എന്ന പേരിൽ വിവർത്തനം ചെയ്തതും ടാഗോറാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതും ടാഗോറാണ്. ഇനി ദേശീയ ഗീതം. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചത്. ആനന്ദമഠം എന്ന സംസ്കൃത കൃതിയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ദേശീയ ഗീതം ആദ്യമായി പാടിയത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഇനി ദേശീയ ഗാനമായ ജനഗണമന പാടിയത് 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കറാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇനി ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് സരളാദേവിയാണ്. അത് ഒന്ന് ഓർത്ത് വെക്കുക.
വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവചിച്ചിരിക്കുന്നത് അരവിന്ദ് ഘോഷാണ്. 1950 ജനുവരി 24-നാണ് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടത്. സാരെ ജഹാംസെ അച്ച എന്ന ഗാനം എഴുതിയതാര്? മുഹമ്മദ് ഇക്ബാൽ. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. ദേശീയ കലണ്ടർ ശകവർഷം ആരംഭിച്ചതെന്ന് AD 78. ദേശീയ കലണ്ടറിൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായ മാസങ്ങൾ ചൈത്രവും ഫാൽഗുനവും. ആദ്യത്തെ മാസം ചൈത്രം, അവസാന മാസം ഫാൽഗുനം. ദേശീയ കലണ്ടർ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചത് എന്ന്? 1957 മാർച്ച് 22. 1964-ലാണ് മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത്. പാവോ ക്രിസ്റ്റേറ്റസ് എന്നാണ് മയിലിൻ്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ്. നെലുംബോ ന്യൂസിഫെറ എന്നാണ് താമരയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. 1972 മുതലാണ് കടുവ ദേശീയ മൃഗമായത്. അതിനു മുമ്പ് സിംഹമായിരുന്നു ദേശീയ മൃഗം. പാന്തേറ ടൈഗ്രീസ് ആണ് കടുവയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് ആൽമരം. ഫൈക്കസ് ബംഗാളൻസിസ് ആണ് ആൽമരത്തിൻ്റെ ശാസ്ത്രീയ നാമം. മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം. മാഞ്ചിഫെറ ഇൻഡിക്കയാണ് ശാസ്ത്രീയ നാമം. തരാന ഇ ഹിന്ദ് എന്ന കവിതയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഉറുദു ഭാഷയിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. ക്ഷമിക്കണം, അത് എന്തോ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയലയാണ്. ഗംഗ ഡോൾഫിനാണ് ദേശീയ ജലജീവി. ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത് ആനയാണ്. ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി. യേശുക്രിസ്തു ജനിച്ച വർഷമായി AD 1 അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ. അതിവർഷം എന്ന ആശയം ആദ്യം അവതരിപ്പിച്ച കലണ്ടർ ജൂലിയൻ കലണ്ടർ. മലയാളം കലണ്ടറായ കൊല്ലവർഷം ആരംഭിച്ചത് AD 825. ഇസ്ലാം മതത്തിലെ ഔദ്യോഗിക കലണ്ടർ ഹിജ്റ വർഷം ആരംഭിക്കുന്നത് AD 622. മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത വർഷമാണ് ഇത്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകളാണ് നമ്മുടെ ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.